അല്ലാഹു നമുക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗ്ഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. സ്വർഗ്ഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. ജനമോക്കയും തൃണ വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബർ തന്ന പിന്നെയും. ആരോക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ തന്നെ നീയേക്കാലത്തിലും. സ്വർഗ്ഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടുന്ന് ക്ലേശം സാരമില്ല നിന്നിലേ. അല്ലാഹു നമുക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് അല്ലാഹു അടുത്ത ദറജ ഉയർത്തുമാറാവട്ടെ. അവരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗ്ഗത്തിൽ ആദ്യം കിട്ടുന്ന ഫുഡ് ഏതാണെന്ന് ഒരിക്കൽ സഹാബത്ത് നബിയോട് ചോദിക്കുക. മാ അവ്വലുമായി യഅ്കുലു അഹ്ലുൽ ജന്ന. സ്വർഗ്ഗത്തിൽ പോണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അവിടെ നിന്നല്ലേ നമ്മൾ ഇങ്ങോട്ട് ഇറക്കപ്പെട്ടത്. വാപ്പയെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കിയത്. തറവാട്ടിലേക്ക് പോണ്ടേ? ഇസ്മായിലേ പോണ്ടേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്വർഗ്ഗത്തിലെ ആദ്യത്തെ ഫുഡ് ഏതാണ്? മാഅവലുമായ യഅ്കുലു അഹ്ലുൽ ജന്ന യാ റസൂലല്ലാഹ്. നബിയേ സ്വർഗ്ഗത്തിൽ ആദ്യമായി വിരുന്ന് നൽകുന്നത് ഏതാണ്? സ്വർഗ്ഗത്തിലെ ഭക്ഷണം ഏതാണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് സഹാബ കബ്ദുൽ ഹൂത്. വലിയൊരു മത്സ്യത്തിന്റെ കരള് റോസ്റ്റ് ചെയ്തു തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നീ നമുക്ക് പറ്റുന്നില്ല. നമുക്ക് നല്ല തേങ്ങാച്ചോറും ബീഫും ആണെങ്കിൽ റാഹത്തായിരുന്നു ഉസ്താദേ. നമ്മളതല്ലേ കഴിച്ചിട്ടുള്ളൂ, വേറെ കഴിക്കണ്ടേ? നല്ല മീന് നീ കഴിച്ചിട്ടുള്ള ദുനിയാവി കഴിച്ചിട്ടുള്ള മീനൊന്നും അല്ല. ഐക്കോറയും ആവോലിയൊന്നും അല്ല. ഇതൊന്നും അല്ല, വേറെ മീനാണ്. ആമൂറൊന്നും അല്ല. ഇത് സ്വർഗമാണെന്ന് സങ്കല്പിക്കണം. ആദ്യമായി നീ മനസ്സിലാക്കേണ്ടത് സ്വർഗമാണ്. നമുക്ക് മൂവാറ്റുപുഴയില് എവിടെ വന്നാലും നമ്മുടെ ഒരു മെയിൻ സ്പെഷ്യൽ അതാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉറക്കം പറയും, ബർക്കത്ത് ചെയ്യണ്ടേ? ഉറക്കം പറയും. അല്ലാഹു നമ്മുടെ ഭക്ഷണത്തിലൊക്കെ ബർക്കത്ത് നൽകട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതാണ്: വലിയൊരു മത്സ്യത്തിന്റെ കരൾ റോസ്റ്റ് ചെയ്തിരുന്നു. നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതും ഒന്നും അല്ലല്ലോ സ്വർഗം. ഒന്നുമല്ല സ്വർഗം, ചെറുതല്ല. ആ സ്വർഗത്തിലേതാകുന്ന നല്ല ഒരു മത്സ്യത്തിന്റെ കരൾ റോസ്റ്റ് ചെയ്ത് തരുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആദ്യത്തെ ഫുഡ് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറയണമെങ്കിൽ, അല്ലാഹ് അതുപോലെ ഒരു ഫുഡ് തരണമെങ്കിൽ അത് അത്രമേൽ ടേസ്റ്റീവ് ആയിരിക്കണം. മനസ്സിലായിക്കണം. സ്വർഗത്തിൽ ആദ്യം കൂടെ അത് കഴിക്കുന്നതോടെ സകല ചാനല് പോവാണ് എല്ലാവരും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കഴിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉടനെ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അഫിൽ ജന്നതി അൽ അകുലു വശുറുബു യാ റസൂലല്ലാഹ്. എന്തായാലും നരകം പറഞ്ഞതാണ്, പേടിക്കണ്ട, നിങ്ങൾ അങ്ങനെ പോകണ്ട, കുറച്ച് സ്വർഗ്ഗം കൂടി പഠിച്ചോ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, അഫിൽ ജന്നതി അൽ അകുലു വശുറുബു യാ റസൂലല്ലാഹ്. സ്വർഗ്ഗത്തിൽ ഭക്ഷണമുണ്ടോ റസൂലേ? സ്വർഗ്ഗത്തിൽ പാനീയമുണ്ടോ റസൂലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നഅം അസിയത മിനദ് ദുനിയാ. ഈ ദുനിയാവിൽ നീ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തെക്കാൾ, ഈ ദുനിയാവിൽ നീ കുടിച്ചിട്ടുള്ള കുടിനീരുകളെക്കാൾ കൂടുതൽ ഭക്ഷണവും പാനീയവും ഉണ്ടാവുക അത് സ്വർഗ്ഗത്തിലാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഏറ്റവും കൂടുതൽ അവിടെയാ കിട്ടുക. ഈ ദുനിയാവിൽ നീ കുടിച്ചിട്ടുള്ളതിനേക്കാൾ കഴിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ അവിടെ. ഇവിടെ നീ 5ഉം 10ഉം സമയത്തായിരിക്കും കഴിക്കുക. കിഴിപൊറോട്ട കഴിക്കാൻ പോയിട്ടുണ്ടാവും, കുഴിമന്തി കഴിക്കാൻ വേണ്ടി നീ പോയിട്ടുണ്ടാവും. പക്ഷെ ഇതൊന്നും അല്ല, ഇതിനപ്പുറത്തേക്ക് വലിയ ഫുഡ് അവിടെയാ കിട്ടുക. ഏറ്റവും കൂടുതൽ ഫുഡ് അവിടെയാണ്. ഉടനെ സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, അയബൂലൂന വയതവതൂൻ.
നബിയെ കാഷ്ടിക്കുകയില്ലയോ മൂത്രിക്കുകയില്ലയോ? ഭക്ഷണം കഴിച്ചാൽ മലമൂത്ര വിസർജനം നടത്തേണ്ടി വരില്ലയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല. ഇല്ല സഹാബ, ഇല്ല സഹാബ. ഫഖാലു, ഉടനെ സഹാബത്ത് വീണ്ടും ചോദിക്കുകയാണ്, കൈഫ തഖറുജുൽ ബഖിയത്തു മിൻഹും യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് അവരുടെ ബാക്കി അവശേഷിക്കുക റസൂലേ? പുറത്തേക്ക് പോകണ്ടയോ പോകണ്ടയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ബാക്കി ആയിട്ടില്ല സഹാബ. വല്യതഅറഖൂൻ, ആ ജനങ്ങൾ വിയർപ്പിലൂടെ പോകുകയാണ്. അവരുടെ വിയർപ്പിലെ ഗ്രന്ഥിയിലൂടെ വിയർപ്പിന്റെ കണികകൾ പുറത്തേക്ക് പോകുമേ, അതാണ് ഭക്ഷണത്തിന്റെ വേസ്റ്റ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് വീണ്ടും പറയുകയാണ്, ഫകാന അറഖഹും അൽ മിസ്കൂ, അവരുടെ വിയർപ്പിന്റെ ഗ്രന്ഥിയിലൂടെ പുറത്തു വരുന്ന വിയർപ്പിന് കസ്തൂരിയുടെ സുഗന്ധമാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. സ്വർഗ്ഗത്തിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് വേസ്റ്റ് വരെ എങ്ങനെയാണ്? മലമൂത്ര വിസർജനമൊന്നുമില്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആചാര്യ ഇരുന്ന് ഇങ്ങനെ വിയർക്കുക. വിയർപ്പിന്റെ ഗ്രന്ഥിയിലൂടെ വിയർപ്പ് പുറത്തു വരും. അപ്പൊ മനസ്സിലായിക്കോണം, ആള് നല്ല ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ആ വിയർപ്പിനോ ദുനിയാവിലെ പോലെ കെട്ട നാറ്റമൊന്നുമില്ല. മുന്നാചാര്യ കുളിച്ചിട്ട് വാ, ആ പരിപാടിയൊന്നുമില്ല. നല്ല സുഗന്ധമാണ്, കസ്തൂരിയേക്കാൾ സുഗന്ധമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. സ്വർഗത്തിലെത്തിയാലേ മുഅ്മിനീങ്ങൾക്ക് ആ പദവി കിട്ടും. ഇവിടെ ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കൂ. ഒരു പോയിന്റാണ് ഈ പറയുന്നത്. എന്താണ്? മുഅ്മിനീങ്ങളുടെ വിയർപ്പിന്റെ ഗ്രന്ഥിയിലൂടെ കടന്നു വരുന്ന വിയർപ്പിന് കസ്തൂരിയുടെ സുഗന്ധം കിട്ടണമെങ്കിൽ അവൻ എവിടെ എത്തണം? സ്വർഗത്തിലെത്തണം. എന്നാൽ സ്വർഗത്തിലെത്താതെ ഈ ദുന്യാവിൽ വെച്ച് തന്നെ അള്ളാഹു ഒരാൾക്ക് നൽകിയിട്ടുണ്ട്. അതാരാണെന്നറിയുമോ? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. നമ്മൾ സ്വലാത്ത് ചെല്ലുന്ന മദീനയിലെ രാജകുമാരനും ഈ ദുന്യാവിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ വിയർപ്പിന്റെ ഗ്രന്ഥിയിലൂടെ പുറത്തു വരുന്നതാകുന്ന വിയർപ്പിന് കസ്തൂരിയുടെ സുഗന്ധമായിരുന്നു. ആരാ പറഞ്ഞത്? സഹീഹുൽ ബുഖാരി. ഇത് ചുമ്മാ വിദഗ്ധര്, സാധാരണ മനുഷ്യനാണ്. ഇപ്പോഴും തന്നെ പരിപാടി, പഴയ വല്ലവി ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുക, പഴയ കാസറ്റ് ഇപ്പോഴും ഇട്ട് ഓടിച്ചോണ്ടിരിക്കുക. ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്മാ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ്. എന്റെ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ എന്റെ ഭർത്താവിന് ഞാൻ വിരിപ്പ് വിരിച്ചു കൊടുക്കുമോ? എന്റെ ഭർത്താവിന് ഞാൻ വിരിപ്പിരിച്ചു കൊടുക്കും. കാരണം എന്റെ ഭർത്താവിന് വിയർപ്പ് കൂടുതലുള്ള മനുഷ്യനാണ്. അല്ലാഹുവിന്റെ റസൂലിന് വിയർപ്പ് ഞാൻ വിരിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹി ആ വിയർപ്പിന്മേൽ ശയ്യവലംബിക്കുകയാണ്. റസൂലുള്ളാഹി എഴുന്നേൽക്കുമ്പോ ആ വിയർപ്പിന്റെ കണികൾ പറ്റിയതാകുന്ന തുണിയെടുത്തുകൊണ്ട് ഞാനൊരു കുപ്പിയിലേക്ക് പിഴിഞ്ഞെടുക്കുമായിരുന്നു. എന്റെ മക്കൾക്ക് സുഗന്ധമായി തേച്ചു കൊടുക്കുമായിരുന്നു. രോഗങ്ങൾ വരുമ്പോൾ കൊടുക്കുമായിരുന്നു. വല്ലാത്ത സുഗന്ധമാണ് ലോകരെ എന്ന് അസ്മാ റളിയല്ലാഹു അൻഹാ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾപ്പെട്ട വനിതയല്ലയോ ലോകത്തോട് വിളിച്ചു പറയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയാണ് പറയുന്നത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാളെ ആഖിറത്തിൽ മുഅ്മിനീങ്ങളുടെ ശരീരത്തിൽ നിന്ന് അടിച്ചു വീശുന്നതാകുന്ന കസ്തൂരിയുടെ സുഗന്ധം ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ നൽകിയിട്ടുണ്ട് എന്ന് സ്വഹാബത്ത് രേഖപ്പെടുത്തുകയാണ്. ഉലമാക്കൾ ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിക്കുകയാണ്.